morning, church. The Lord has given us yet another beautiful day. The psalmist says, I lay down and slept and I woke up safely because the Lord was watching over me. And he says, each day morning I bring my requests to him and I wait expectantly. Today, before we begin our meditation, let us pray. Let us say a word of prayer to our Lord. Abba Father, we thank you for this beautiful day. We thank you for all the good things that you are giving us, Abba. We believe you are in control of the smallest details of our lives. Lord, we pray for all those in distress today. We pray that you will give them your shalom and your joy. We also pray, Lord, that today you will speak to us. You will give us the Rhema word for this day, the manna for today. We thank you. In Yeshua's name we pray. Amen. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ചിന്തിച്ചറിയാം. യാവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമത്. യാവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമത്. ആയിരമായിരം നാവുകളാലത് വർണ്ണിപ്പതിനെഴുതോ പതിനായിരത്തിങ്കലോ അംശം ചൊല്ലിടുവാൻ പാരില സാധ്യമോ. പതിനായിരത്തിങ്കലോ അംശം ചൊല്ലിടുവാൻ പാരില സാധ്യമോ. മോദമേഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏക ജാതനാമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ഏക ജാതനാമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. പാപത്താൽ നിന്നെ ഞാൻ ഖേദിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാൻ സ്നേഹ വാപിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നു. സ്നേഹ വാപിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നു. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ സ്തുതികളിന്മേൽ വസിക്കുന്ന യഹോവ ആരാധനയ്ക്ക് യോഗ്യൻ സർവശക്തനായ ദൈവം. ഇത്ര നല്ലവനായ കർത്താവിനെ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും
ഒരു പകലും കൂടെ നമുക്ക് ദാനമായി നൽകിയതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി ഞങ്ങളെ വിടുവിക്കുന്നു. ഈ ഉറപ്പും ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പാടിനാലും ജീവിക്കുവാൻ സഹായിക്കുന്നതിനായി നന്ദിയപ്പ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ, അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയും. പല സ്ഥലങ്ങളും സാഹചര്യങ്ങളുമായിരുന്ന് ഇന്ന് ഈ ഓൺലൈൻ സർവീസിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മഹാമാരിയുടെ പ്രതിസന്ധിയിലൂടെ ലോകമെമ്പാടും കടന്നു പോകുമ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവരും യേശുവിലേക്ക് തിരിയുവാൻ ഒരു മുഖാന്തരമായി മാറട്ടെപ്പ. ഓരോ ദിവസത്തെയും നേരിടുവാനുള്ള ബുദ്ധിയും പരിജ്ഞാനവും നൽകണം. ഏത് നേരത്തും ഇത്ര വലിയ പ്രതിസന്ധിയിലും ആർക്കും എപ്പോഴും അടുത്ത് വരുവാൻ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായ യേശുവിൽ കൂടെ ഉള്ളതാണെന്ന് ഉത്തമ ബോധ്യത്തോടെ ജനത്തിന് കൊടുക്കണമേ. പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ചുള്ള ബോധ്യം സകല മനുഷ്യരുടെ ഉള്ളിലും നിക്ഷേപിക്കണമേ. നിരാശയിൽപ്പെട്ട് നശിച്ചു പോകാതെ കർത്താവ് യേശുവിൽ ആശ്രയിക്കുവാനും പ്രത്യാശിക്കുവാനും ഹൃദയങ്ങളെ തുറക്കണമേ. എല്ലാ മുട്ടും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മടങ്ങട്ടെ. എല്ലാ നാവും ഒരുപോലെ യേശു മാത്രം കർത്താവെന്ന് പറയുവാനിട വരട്ടെ. കർത്താവേ, സ്തോത്രം. ദൈവഹിത പ്രകാരമുള്ള ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ഭരണാധികാരികളെ ഒരുക്കണമേ. എല്ലാ മേഖലയിലും ഭരിക്കുന്നവർ സ്വന്തം പിഴവുകളെ കണ്ട് തിരുത്തുവാൻ ദൈവത്തിൻ്റെ ഭയം സകലവരുടെ മേലും നിഴലിടട്ടെ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചു ഉല്ലസിപ്പീൻ. യഹോവ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. യഹോവയുടെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. യഹോവയെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഈ അനിഷ്ട സംഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ കൃപ തരണമേ. ഞങ്ങളായിരിക്കുന്ന പട്ടണത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിനും ഞങ്ങളെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ യാചിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കായി, ഞങ്ങളുടെ തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഫലഭാഗത്തായി പഠനത്തിനും ജോലിക്കുമായി പോയ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ഏറ്റവും മാതൃകയായ ജീവിതം നയിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെറ്റുപെരുകട്ടെ. ഞങ്ങളുടെ കാളുകൾ ചുമട് ചുമക്കട്ടെ. മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീഥികൾ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ സമയത്തും പത്യോപദേശത്തിലും ചേരുന്നതും പ്രസ്താവിക്കുകയും നിർമ്മതരും ഗൗരവവും സുബോധവും ഉള്ളവരായിത്തീരട്ടെ. വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ള സഭയായി ദേശത്ത് പാർത്ത വിശ്വസ്തരായി നടപ്പിൽ പവിത്രയോഗ്യന്മാരായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank God for this opportunity to bring His word today. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൗ ഗോഡ് റിവീൽസ് ഹിംസെൽഫ് ത്രൂ ക്രിയേഷൻ. അല്ലെ, പല സൃഷ്ടികളിൽ കൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ചില വിധങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. The word of God says in Romans 1:20, it says, through everything that God has made, they can clearly see His invisible qualities, His eternal power and His divine nature. ഹല്ലേലൂയ. ദൈവം തൻ്റെ സൃഷ്ടികളിൽ കൂടെ വെളിപ്പെടുത്തുന്നത് തൻ്റെ സ്കില്ല് മാത്രമല്ല. ഹി റിവീൽസ് ഹിസ് നേച്ചർ, തൻ്റെ സ്വഭാവം, തൻ്റെ സ്നേഹം, തൻ്റെ ശക്തി, ഇതെല്ലാമാണ് ദൈവം നേച്ചറിൽ കൂടെ വെളിപ്പെടുത്തുന്നത്.
Hallelujah. He is the master creator. ഇന്ന് ചെറിയൊരു ചിന്തയ്ക്കായിട്ട് ഒരുമിച്ച് ചിന്തിക്കാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇട്ട ഒരു വിഷയമാണ് കളിമണ്ണ്, ക്ലേ. പല ഭാഗങ്ങളിൽ, വചനത്തിൻ്റെ പല ഭാഗങ്ങളിൽ മനുഷ്യനോട് സദൃശ്യമായി അല്ലെങ്കിൽ സിംബോളിക്കായിട്ട് ദൈവം ക്ലേ എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. ക്ലേ എന്നുള്ള ഒരു സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, ദൈവം മുൻപാകെ ഞാനും താങ്കളെപ്പോലെ തന്നെ എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഐ എം ഓൾസോ മെയ്ഡ് ഫ്രം ക്ലേ. ആൻഡ് ഐസയ സെഡ് ദ ഫേമസ് വേഴ്സ്, ഹി സെഡ്, യു ആർ ദ പോട്ടർ ആൻഡ് വി ആർ ദ ക്ലേ. അങ്ങ് കുശവനും ഞങ്ങൾ കളിമണ്ണും ആകുന്നു. What then does clay reveal to us about the master creator? ഈ കുശവനെ കുറിച്ച് എന്താണ് കളിമണ്ണ് നമ്മളോട് റിവീൽ ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് ഞാൻ വായിക്കാൻ ഇടയായി തീർന്നു, മെനി പോട്ടേഴ്സ് ഹാവ് ദെയർ ഓൺ ക്ലേ പിറ്റ്. പലരും കടകളിൽ നിന്ന് ക്ലേ വാങ്ങിക്കും, ബട്ട് മെനി പോട്ടേഴ്സ് ഹാവ് ദെയർ ഓൺ ക്ലേ പിറ്റ്. അവരുടെ ആവശ്യം അനുസരിച്ച് ഈ ഒരു പിറ്റിലോട്ട് അവരുടെ കൈ അവർ ഇട്ട് they take up a mound of clay that they require for the project that is on their mind. Hallelujah. ആദ്യമായിട്ട് നമ്മൾ കളിമണ്ണ് നോക്കുകയാണെങ്കിൽ ഈ കളിമണ്ണ് നമ്മളോട് പറയും, ഐ വാസ് സെലക്റ്റഡ്. അല്ലെ, അഴുക്കിനോട് ചേറിനോട് ഞാൻ ഒന്നായി ചേർന്ന് കിടന്നപ്പോൾ, എനിക്കൊരു രൂപവും ഭാവവും ഇല്ലാതിരുന്നപ്പോൾ, അല്ലെ, ഒരു കരം ഈ ചേറിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി വന്ന് എന്നെ വാരിയെടുത്തു. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നില്ലേ, ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം, മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിനും ഒരു ഫോം ഇല്ലാതെ നമ്മൾ കിടന്നപ്പോൾ കർത്താവിൻ്റെ കരം വന്ന് നമ്മളെ കോരിയെടുത്ത്, ഹി സെപ്പറേറ്റഡ് അസ് ഫ്രം ഓൾ ദ ഡേർട്ട് ദാറ്റ് വാസ് ലൈയിങ് അറൗണ്ട് അസ്. ഹി സെപ്പറേറ്റഡ് അസ് ആൻഡ് ഹി മെയ്ഡ് അസ്, ഹി ടുക്ക് അസ് ഔട്ട് ഫ്രം എവറിത്തിങ് and he gave us a hope. Hallelujah. Hallelujah. പൗലോസ് ഇങ്ങനെ അത് പറയുന്നു. He says it so beautifully. He says this is a trustworthy saying and everyone should accept it. Christ Jesus came into the world to save sinners. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഹല്ലേലൂയ. പൗലോസിന് അറിയായിരുന്നു, ഒരു ഗതി ഇല്ലാതിരുന്ന സമയത്ത് ഈ കർത്താവിൻ്റെ കരം വന്നു. The word says he left all his glory and came down. He took the form of a servant. Why? Yeshua was the hand of God reaching into the pit to take you and me out of the pit. Dear child of God, know today and remember that day of salvation when Yeshua came into your life. When he changed നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം മാറ്റിയ ആ ഒരു സമയത്തെ ഒന്ന് ഓർക്കണേ. And let us just give our hearts to the Savior again today. ആ ആദ്യ സ്നേഹത്തിലോട്ടൊന്ന് മടങ്ങി വരാൻ നമ്മളെ തന്നെ ഇന്നൊന്ന് സറണ്ടർ ചെയ്യാം. This is what the clay would say. ഞാൻ ഒന്നായി കിടന്നപ്പോൾ, അഴുക്കിനോടും ചേറിനോടും ഞാൻ ഒന്നായി കിടന്നപ്പോൾ, the hand of the potter came down and separated me. He selected me. He chose me. It's a story of selection. Hallelujah. ഹല്ലേലൂയ. ഈ ഒരു കളിമണ്ണിൻ്റെ ഒരു ലംപ് നോക്കിയാൽ ആർക്കും അതിനെക്കുറിച്ചൊരു ഉദ്ദേശമില്ല, ആർക്കും അതിനെക്കുറിച്ച് ഒരു പ്ലാനും ഇല്ല. നോ വൺ നോസ് വൈ ദ പോട്ടർ ഹാസ് ടേക്കൺ ദിസ് ലംപ് ഓഫ് ക്ലേ. എല്ലാവരും നോക്കുമ്പോൾ ഇറ്റ് ഹാസ് നോ ഫോം, ഇറ്റ് ഹാസ് നോ കളർ, ഇറ്റ് ഈസ് ജസ്റ്റ് എൻ അഗ്ലി മൗണ്ട് ഓഫ് ക്ലേ. പക്ഷെ ആ കുശവൻ്റെ മനസ്സിൽ ഹി ഹാസ് എ വെരി സ്പെസിഫിക് പ്ലാൻ അബൌട്ട് ദിസ് ക്ലേ. ആ പ്ലാനോട് കൂടെയാണ് അദ്ദേഹം കൈ ആ ചെളിയിലിട്ട് ഈ കളിമണ്ണ് വാരിയെടുത്തത്. ഹി ഹാഡ് എ വെരി സ്പെസിഫിക് പ്ലാൻ ഇൻ ഹിസ് മൈൻഡ്. The clay will tell you the potter has a plan in his mind. I don't know what the plan is. I don't know the entirety of his plan. But I know that when he took me out, he did it with a purpose. Dear child of God, I want you to know God has a specific purpose. It is not a general purpose. It is a specific purpose about your life. You were taken, you were selected, you were chosen to be the solution to some problem, to someone's question, to someone's need. And God has placed you on the potter's wheel to make you that answer, to make you that solution.
Hallelujah. Hallelujah. In Ephesians 2 and verse 10, Paul says like this. He says, we are God's master plan. He has created us anew in Christ Jesus so that we can do the good things that he planned for us when? Long ago. It is not after he took us, നമ്മളെ എടുത്ത് വീലിന്മേൽ വെച്ച് കഴിഞ്ഞിട്ടല്ല കുശവൻ ചിന്തിക്കുന്നത് ഇനി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്നത്. ഇറ്റ് വാസ് എ പ്ലാൻ ദാറ്റ് ഹി ഹാഡ് ഫോംഡ് ലോങ് അഗോ, ആൻഡ് ആസ് എൻ ആൻസർ ടു ദാറ്റ് പ്ലാൻ ഹി ടുക്ക് യു ഔട്ട് ഓഫ് ദ പിറ്റ്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ. ചോസൻ ആൻഡ് സെലക്റ്റഡ് ഫോർ എ പർപ്പസ്. Hallelujah. Maybe you're looking at yourself today and you don't see a very clear purpose. Maybe you don't know what lies ahead. But can we just trust our potter once again today? Can we just trust him and say, Lord, I just believe that you have a plan and you will take me to that plan. Hallelujah. Hallelujah. Next, the potter, the clay will tell you. The clay will say that this potter has taken a lot of effort over me. The clay will tell you that the next process in ഈ കളിമണ്ണ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു കുശവൻ ചെയ്യുന്നത് അതിൻ്റെ അകത്തുള്ള കാണാൻ പറ്റുന്ന അഴുക്കുകൾ, കല്ല്, മണ്ണ്, മരക്കഷ്ണങ്ങൾ ഇതെല്ലാം മാറ്റിയെടുക്കും. എന്നിട്ട് പല പ്രോസസ്സിൽ കൂടെ പോയി അതിനെ ഒന്ന് ശുദ്ധീകരിക്കും. അതിനകത്തെ വെള്ളം, അധികമായിട്ടുള്ള വെള്ളം പിഴിഞ്ഞു കളയും. അതിനെ പാകത്തിനാക്കിയിട്ട് the next thing that the potter does, he spends a lot of effort over, is to keep the clay in the center of his wheel. അല്ലേ? കാരണം ആ കുശവൻ ഒരു കാര്യം അറിയാം, ഇതിൻ്റെ ആക്സസ് ശരിയല്ലെങ്കിൽ, ഇതിൻ്റെ സെൻറ്റർ ശരിയല്ലെങ്കിൽ ദിസ് പോട്ട് അല്ലെങ്കിൽ ഈ നിർമ്മിക്കാൻ പോകുന്ന ഈ പാത്രം ഒരിക്കലും അത് സ്റ്റേബിൾ ആകത്തില്ല, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇത് കുശവന് നല്ലോണം അറിയാവുന്നതുകൊണ്ട് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഹി ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അല്ലേ? ഞാൻ ഈ വായിച്ചു നോക്കിയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഈ ക്ലേനെ ഇതിൻ്റെ നടുവിൽ തന്നെ വെക്കാൻ, ഇതിൻ്റെ ഈ ആക്സസിൽ അതിനെ ഇങ്ങനെ കറക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ആൻഡ് അൺലെസ് ഹി ഡസ് ദാറ്റ് ദിസ് പോട്ട് വിൽ നോട്ട് ബി ഓഫ് മച്ച് യൂസ്. അപ്പോൾ കളിമൺ ഇങ്ങനെ പറയും, ദ പോട്ടർ ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് to keep me in the center. ദൈവവചനം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ കർത്താവ് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ വചനങ്ങളിൽ നിന്ന്, എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾ തിരിയരുതേ. Keep it in the center. Do not deviate from it to the right or to the left. ദൈവം ഇത് പറഞ്ഞത് നമ്മുടെ മേലൊരു നുകമിടാൻ വേണ്ടി അല്ല ദൈവമക്കളെ. ദൈവം ഇത് നമ്മളോട് പറഞ്ഞത് is because he knew that this is the only way we will remain stable. He knew circumstances മാറും, സിറ്റുവേഷൻസ് മാറും. നമ്മൾ ദൈവകൽപ്പനകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ കുലുങ്ങത്തില്ല, നമ്മൾ മറഞ്ഞു വീഴത്തില്ല. നമ്മളൊരു സാഹചര്യം മാറുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒലഞ്ഞു പോകത്തില്ല. അല്ലെ? നമ്മുടെ യേശുവിനെ നോക്കിക്കേ, ഹി വാസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ. 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് താൻ വിൽഡർനെസ്സിലായിരിക്കുമ്പോൾ, തന്നെ പരീക്ഷിച്ചപ്പോൾ ശത്രുവിനോട് കർത്താവ് നോക്കി പറഞ്ഞു, സാഹചര്യങ്ങൾ it was so understandable, അല്ലേ? 40 days he had fasted, 40 days he obeyed God, he proved his obedience. All through his life he was proving his obedience. He showed that he is so submitted to the Father. And he could have easily given in to the suggestion of the enemy. He was God, he had the power to do it. അത് ചെയ്യാൻ, ആ കല്ലിനെ അപ്പമാക്കി മാറ്റാനുള്ള ശക്തി കർത്താവിനുണ്ടായിരുന്നു, അതിനുള്ള എബിലിറ്റി കർത്താവിനുണ്ടായിരുന്നു. He deserved it. After 40 days of no food and no drink, he deserved to have a meal. പക്ഷെ the word of God was so strong within him. He knew ശത്രുവിൻ്റെ മുൻപാകെ നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ കല്ല് അപ്പമാക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ he was guided by the word of God, and the word of God came out of him. Man shall not live by bread alone. Man will live by every word that comes out of the mouth of God. ഹല്ലേലൂയ. നമ്മുടെ ഓരോ സാഹചര്യങ്ങളും മാറുമ്പോഴും, നമ്മുടെ ചുറ്റിലുമുള്ളവർ മാറുമ്പോഴും ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവവചനം പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. ഇഫ് വി ആർ സെൻറ്റേർഡ് ഓൺ ഹിസ് വേർഡ്, ഇഫ് വി ആർ സെൻറ്റേർഡ് ഓൺ ഹിസ് ലവ്, ഇഫ് യെശുവ ഈസ് ദ സെൻറ്റർ ഓഫ് അവർ affections and our life. Hallelujah. The clay will tell you, make Jesus the center.
Stay in the center of the potter's wheel, and you will be a pot that will be stable, that will be strong, that will always carry his glory, that will serve its purpose steadily and sturdily to the end. Hallelujah. Hallelujah. First, the clay will tell you that it was selected. Second, the clay will tell you that it was centered on the potter's wheel. Hallelujah. And then the potter goes through a process of shaping the clay. അല്ല, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും ഈ കുശവൻ ചെയ്യുന്നത് ആവശ്യമുള്ള ഇടത്ത് ആ കളിമണ്ണിൻ്റെ മേൽ he puts the pressure in the right places. He uses equipment. അവിടെ ഒന്ന് കീറാനും ഇവിടെ ഒന്ന് മുറിക്കാനും അവിടെ ഒരു ഡിസൈൻ വരുത്താനും അവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ വരുത്താനും ഈ കുശവൻ്റെ while the clay is spinning on the wheel, he starts working on it, applying pressure in the right places. നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പലതും ലഭ്യമാണ് യൂട്യൂബിൽ. നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ കുശവൻ്റെ കൈ അതിൻ്റെ ഉള്ളിലോട്ടിട്ട് he pushes the clay, he pushes it outside. അല്ലെ, he stretches the clay, and when the clay goes through this phase, adine if it could cry out, it would say, this is painful, I am being stretched, I am being pushed out, I am being emptied. എൻ്റെ ഉള്ളിലുള്ളത് കുശവൻ്റെ കൈയിട്ട് he is pushing it outside and he is shaping it. He പലപ്പോഴും maybe that clay thinks, I cannot take anymore, എനിക്ക് ഇനിയും വലിയാൻ പറ്റില്ല, I cannot stretch anymore, this is beyond me. പക്ഷേ ആ സമയത്തെല്ലാം ഇതിൻ്റെ പുറത്ത് outside the clay, the hands of the potter are supporting the clay, holding it firm, seeing that it will not break, seeing that it will not crack. Hallelujah. We serve a wonderful God. We serve a faithful master. Hallelujah. Hallelujah. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. I once thought these things were very valuable. I once thought that all that I had inside me was so important. I once thought that all that I had accomplished was so important. But now I consider them worthless because of what Christ has done. When the potter's hand started moving into Paul and pushing him to the sides, he realized that everything that was inside him was worthless. And he said, if I have to boast, I have plenty to boast about. He said, I was circumcised when I was 8 days old. 8ാം നാളിൽ ഞാൻ പരിച്ഛേദന ഏറ്റവനാണ്. ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. He was a Pharisee, trained in the law. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. He was so zealous for God. He was so zealous for what he believed was true that he persecuted the church. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. Hallelujah. Blameless where the law was concerned. ഇത് ചെറിയ അക്കംപ്ലിഷ്മെന്റ് ഒന്നുമല്ല. But he said, when I compared this to the infinite value of knowing Christ Jesus, I understood that all this is nothing. Precious child of God, there may come a time in your life when all your accomplishments feel like nothing, when it feels like, was this all a waste? But just know that for a purpose, the potter is just pushing certain things aside. It is not to leave you empty. He is going to do something great. It is not to leave you empty. This is just for a time. Just hold on to him, because he is still at work. He is still working. The clay will tell you, the potter then will start shaping me. He starts shaping me, and it is painful at certain times, but his hands are still around me. Hallelujah. ഇങ്ങനെ കുശവന്റെ കൈ ഈ പൗലോസിനെ പണിയാൻ തുടങ്ങിയപ്പോൾ ഇത്രയും അക്കംപ്ലിഷ്മെന്റ്സ് എല്ലാം ഉണ്ടായിരുന്ന പൗലോസ് കരഞ്ഞ് നിലവിളിച്ചു. ഹി സെഡ്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, വാട്ട് എ മിസറബിൾ മാൻ ഐ ആം,
What a miserable man I am. I need the help of God. I need the help of God to do what He has called me to do. Hallelujah. Maybe God's shaping process is painful. Maybe what God is doing in your life right now is painful. Maybe you don't understand why He has taken away certain things, why He has taken away certain circumstances, certain blessings. Maybe you don't understand. Maybe you are not prepared to be pushed out in certain directions. Maybe you don't have all the answers now. But just remember this. കുശവൻ നിന്നെ കയ്യിലെടുത്തത് ഒരു റാൻഡം പേർപ്പസിന് വേണ്ടി, വല്ലവൻ്റെയും ഷെൽഫിലിരിക്കാൻ വേണ്ടി, ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. It is for a specific purpose, for a specific time, as a solution to a very specific problem. Hallelujah, you have a purpose. And God is just leading you towards that purpose. വചനം ഇങ്ങനെ പറയുന്നു, you are His masterpiece. You are His masterpiece shaped for a specific purpose. Hallelujah, hallelujah. And finally ഇതെല്ലാം കഴിയുമ്പോൾ ഇതിനെ തീയിൽ വെക്കും, ഫയർ ചെയ്യും, അതിനെ ഉറപ്പിക്കും. അതെല്ലാം കഴിഞ്ഞ് കൂൾ ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന് അതിനെ പെയിൻറ്റ് ചെയ്ത് ഗ്ലേസ് ചെയ്ത് ഭംഗിയാക്കി പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ, hallelujah, at this last stage the clay will tell you, അങ്ങനെ ഭംഗിയായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ പലരും എന്നെ കാണും, പലരും പറയും, ഓ such a beautiful pot. അല്ലെങ്കിൽ ചിലർ പറയും, എന്ത് ഭംഗിയാണ് ഇതിനെ കാണാൻ. ചിലർ പറയും, അത്ര പോരാ, ഇതിന് അവിടെ കുറച്ച് കുറവുകളുണ്ട്, ഇതിൻ്റെ കളർ വേറെ ആയിരുന്നെങ്കിൽ ഭംഗിയായിരുന്നേനെ. Maybe it would have been more beautiful if it was a different shape, if it was a different color. പക്ഷെ ആ സമയത്ത് this clay, if it could talk, it would tell you in the face of every discouraging word, this clay would tell you, there was a potter who never left me alone for even a second, who made me exactly what I am today. There is a potter in the face of every discouragement. Dear child of God, when you hear a word of criticism, when you hear a word that discourages you and pulls you down, remember that the hands of the potter never left you alone. If you hear a word of praise, take it back to the potter who spent so much of effort on you. Dear child of God, I want you to know, നമ്മളെ നോക്കുന്നവർ ആരും will never realize the full extent of the effort that God has put into our lives. No one will ever realize the hours, the days, the years that the Holy Spirit has worked on you and me. We may be lacking in many areas, but still God has been working on us. God has been working on us. So whenever you hear a word of discouragement, be encouraged that the potter's hands have never left you. When you hear a word of praise and encouragement with thanksgiving, take it back to the potter, because it is not because of us. It is all because of Him. Hallelujah, hallelujah. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. Hallelujah, be sure of this one thing, He is not finished. ഒരു തീർന്ന ഒരു പാത്രം വെക്കുന്നത് പോലെ നമ്മളെ വെക്കാറായിട്ടില്ല. He is still working on us. ഇന്ന് വരെ, till when is He going to work? Till the day of Christ, till He can present you blameless before the Father. The Holy Spirit will continue to work on you, just like He worked on Esther, I believe, till the moment that Esther entered the chamber of the king. The Holy Spirit, Haggai was speaking to her. Haggai was telling her how to look, how to carry the expressions on her face, how to carry herself, until we stand before His throne blameless. The Holy Spirit will continue to work on us, will continue to bring that good work to completion in each one of us. So let us be encouraged today. He has not left us. He has not left us empty. Finally, I just want to leave you with this one verse. Hallelujah. It says, Paul said in 2 Corinthians 4 and verse 7, we now have this light shining in our hearts,
but we ourselves are like fragile clay jars containing this great treasure. And this makes it clear that our great power is from God. It is not from ourselves. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ദൈവം നിറച്ചിരിക്കുന്ന ഈ അത്യന്ത ശക്തി, ഇത് പലരും കാണും, ഇത് പലരും ദർശിക്കാൻ ഇടയായി തീരും. പക്ഷെ നമ്മളോ, we are just fragile clay jars. ഒരു കാലത്തേക്ക് ദൈവം നിയമിച്ചിരിക്കുന്ന സമയത്തേക്ക് ദൈവം നമ്മളെ ഉപയോഗിച്ചോട്ടെ. Let his light shine through us. നമ്മളെ കൊണ്ടുപോകേണ്ട സമയത്ത് കർത്താവ് നമ്മളെ കൊണ്ടുപോകേണ്ട രീതിയിൽ കർത്താവ് നമ്മളെ കൊണ്ടുപോകും. അതുവരെ let us be these fragile clay jars that show forth the glory of a master creator. Hallelujah. Hallelujah. May God bless you. Be blessed, be encouraged. The clay will tell you that it was selected, it was chosen for a very specific purpose. The clay will tell you that it was centered on the potter's wheel. The clay will tell you that it was shaped. It was a painful process, but it was shaped. And finally, the clay will tell you that God filled it with a glory, and God put so much of effort into this clay to make it this fragile jar of clay that will carry a great power of God. Hallelujah. Be blessed, dear child of God. You are chosen for a specific purpose, and He will bring that to completion. May the name of Yeshua receive all the glory. Amen. ആ കുശവന്റെ കയ്യിലെ കളിമണ്ണായി നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാം. ഒരു മാനപാത്രമായി നമ്മളെ പണിയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഇന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ മെനയണമേ. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് കർത്താവെ ഞങ്ങളെ ശ്രേഷ്ഠമായിട്ടാണ് പണിയുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളേക്ക് അതിന് സ്തോത്രം കരയറ്റുന്നു. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തി അങ്ങ് സാധ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി കർത്താവ് നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ. God bless you. See you tomorrow for morning prayer at sharp 7 a.m. Bye-bye.